ഇത് ഈ ക്യാമ്പ് ഏത് ഭാഗത്തുനിന്ന് വന്ന? അറിയത്തില്ല ചേട്ടാ, ഇത് പള്ളിപ്പാടുമായിട്ട് കേന്ദ്രീകരിച്ചാണ്. പള്ളിപ്പാടാണ് അല്ലേ? ഞങ്ങൾ വന്നേക്കെന്ന് പറഞ്ഞത് ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഫയർഫോഴ്സിന് അംഗീകൃതപ്പെട്ട കേരളത്തിന്റെ 14 ജില്ലകളിലുള്ള സിവിൽ ഡിഫൻസ് എന്ന് പറയുന്ന ദുരന്തമുഖത്തും അങ്ങനെ ഞങ്ങളെ ഡ്യൂട്ടി കിട്ടിയിരിക്കുകയാണ്. ആ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഹരിപ്പാട്ടു നിന്നാണ് വന്നേക്കുന്നത്. എവിടെയാണോ സഹായം വേണ്ടത് അവിടെ സഹായം കൊടുക്കുക, അവിടെ അടിയന്തര സഹായം നമ്മൾ ചെയ്യുക. എങ്ങനെ ഫയർഫോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഫയർഫോഴ്സ് ആയാലും സിവിൽ ഡിഫൻസ് ആയാലും മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ചെയ്യുക എന്നുള്ളതാണ്. യാതൊരുവിധമായ പ്രതിഫലേച്ഛകളും കൂടാതെയുള്ള ഒരു പ്രവർത്തനമാണ് സിവിൽ ഡിഫൻസ് വലിയ സേവനം ചെയ്തു വെക്കുന്നത്. എന്തായാലും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. കാരണം നിങ്ങളുടെയൊക്കെ പ്രവർത്തികളാണ് കേരളത്തിന് മാതൃകയായിട്ട് എടുത്ത് കാണിക്കാനുള്ളത്. വെട്ടിമൂട് ഉൾപ്പെടെയുള്ളതായ ചുവൽമറയിൽ ഉൾപ്പെടെയുള്ളതായ ഏത് ദുരന്തമുഖത്തും സജീവമായിട്ട് സേനാവിന്യാസങ്ങളോട് ഒപ്പത്തിനൊപ്പം നമ്മൾ നിന്ന്. നമ്മുടെ സ്ഥലം എവിടെ? ഹരിപ്പാട് തന്നെ. വിവിധ പ്രാന്ത പ്രദേശങ്ങളാണ് ഞങ്ങൾ എല്ലാവരും. അത് ഈ ഒരു സഹായത്തിന് വേണ്ടി വന്നിരിക്കുകയാണ് അല്ലേ? എന്തായാലും ജനങ്ങളുടെ ഒരു ദുരിതത്തിലായ സമയത്ത് നിങ്ങളുടെയൊക്കെ ഈ സേവനം എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് എന്ന് പറയുന്നതിന് വളരെ അഭിമാനമുണ്ട് ഞങ്ങൾക്ക്. സമൂഹത്തെ വിവിധ പ്രവർത്തനങ്ങളുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. എനിക്ക് പള്ളിയുടെ ഒരു ചുമതലയാണ്. ഇദ്ദേഹത്തിന് വണ്ടി ഫീൽഡിലാണ്. അതെല്ലാം തൽക്കാലം മാറ്റി വെച്ചല്ലേ? എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. ഏതിന് പഠിക്കുകയാണ്? കമ്പ്യൂട്ടർ സയൻസ് അല്ലേ? അത് കഴിഞ്ഞല്ലേ? എന്നാലിപ്പോ സേവനത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. എവിടെയാണ് സ്ഥലം? കരുവാറ്റ. ഞങ്ങളുടെ ഹരിപ്പാട്ടെ ലീഡറാണ്, പോസ്റ്റ് വാർഡനാണ്. അത് ശരി. അപ്പം എങ്ങനെയുണ്ട് നിങ്ങളുടെ സർവീസ്? എങ്ങനെയുണ്ട്? ജനങ്ങൾക്ക് മികച്ച സർവീസാണ് പൊതുവെ കിട്ടുന്നത്. ജനങ്ങൾക്ക് മികച്ച സർവീസാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ തന്നെ നിൽപ്പുണ്ട്. ഒന്ന് അങ്ങോട്ട് പോട്ടെ. ഓക്കെ.